സർ, ഗുഡ് മോർണിംഗ്. എന്താടോ ഇന്നും ലേറ്റ് ആണല്ലോ? ഒന്നും പറയണ്ട സർ, വയറുവേദന ആയിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വരവാ. തനിക്ക് എന്നും അസുഖമാണല്ലോ. ഈ മാസം ഇപ്പൊ എത്ര ലീവായെന്നറിയോ? ഇങ്ങനെ പോയി എങ്ങനെ ശരിയാവാനാ? ശരിയാ സർ, എപ്പോഴും എന്തെങ്കിലും അസുഖം ഉണ്ടാവും. എനിക്ക് മാത്രല്ല, വീട്ടിലെല്ലാവർക്കും ഇങ്ങനെ തന്നെയാ. തളർച്ച, ക്ഷീണം, ഛർദി, അലർജി, എന്തെങ്കിലും ആയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. വീട്ടിൽ എല്ലാവർക്കും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തോ കോമൺ ആയിട്ട് എന്തോ പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം എല്ലാം കറക്റ്റ് അല്ലേ? സാർ, എന്റെ വീട്ടിലെ കിണറില്ലേ 90 വർഷം പഴക്കമുള്ള കിണറാ. അതിൽ നിന്ന് കിട്ടുന്ന വെള്ളം ഉണ്ടല്ലോ, നല്ല കണ്ണീര് പോലുള്ള വെള്ളം. എന്നിട്ട് പിന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മ വെള്ളം തിളപ്പിച്ചാടും കുടിക്കാറ്. മാത്രമല്ല, ചെളിയൊക്കെ അടിഞ്ഞു കൂടുന്നതുകൊണ്ട് അച്ഛൻ കറക്റ്റ് 6 മാസം കൂടുമ്പോൾ ടാങ്ക് ക്ലീൻ ചെയ്യും. നിങ്ങളുടെ കണ്ണീര് കണക്കത്തെ വെള്ളമാണെങ്കിൽ ടാങ്കിൽ എങ്ങനെ ചെളി വന്നു? നമ്മൾ കണ്ണീര് കണക്കത്തെ വെള്ളം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ശുദ്ധമായ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതേപോലെ തന്നെ എത്രയോ കുടുംബങ്ങൾ വെറും ഒരു 5000 രൂപയുടെ പ്യൂരിഫയർ ഉപയോഗിച്ച് പരിഹരിക്കാൻ സാധിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും ഹോസ്പിറ്റലുകളിൽ ചെലവഴിച്ചിട്ട് പരിഹാരം നേടാൻ നോക്കുന്നത്. ഈ മെഡിസിൻ എന്ന് പറയുന്നത് എല്ലാ രോഗങ്ങൾക്കും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണോ? കൂടുതൽ ആളുകൾക്കും ഇങ്ങനത്തെ ഒരു വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ നോക്കി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പതിവ്. ഇതിന് പകരം ഈ ഒരു വെള്ളം സ്റ്റോർ ആകുന്ന ടാങ്കിൽ ചെന്ന് ചെക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ ടാങ്കിലുണ്ടാകുന്ന കളർ മാറ്റം വെള്ളത്തിലെ കെമിക്കൽ റിയാക്ഷൻ മൂലം ഉണ്ടാകുന്നതാണ്. ഇതിൻ്റെ താഴെ ഡിപ്പോസിറ്റ് ആകുന്ന ചെളി ഏതെങ്കിലും സെഡിമെൻറ്റ്സ് അല്ലെങ്കിൽ കെമിക്കൽസിൻ്റെ ഡിപ്പോസിറ്റ് ആണ്. പിന്നെ താഴെ വരുന്ന വെള്ളത്തിലൊരു വഴുവഴുപ്പ് അനിമൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ വേസ്റ്റ് അല്ലെങ്കിൽ ബാക്ടീരിയ നശിക്കുന്ന മൂലം ഉണ്ടാകുന്ന വേസ്റ്റുകളാണ്. ഇങ്ങനത്തെ ഒരു വെള്ളം ഒരു 20 മിനിറ്റ് വെട്ടി തിളച്ചാൽ അതിനകത്ത് ബാക്ടീരിയ ഇല്ലാതാക്കാൻ സാധിക്കും. പക്ഷേ 20 മിനിറ്റൊന്നും ആരും വെള്ളം തിളപ്പിക്കാറില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഈ തിളപ്പിക്കുന്നതിലൂടെ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള സോഡിയം, പൊട്ടാസ്യം, മാഗ്നീഷ്യം പോലുള്ള മിനറൽസുകളുടെ നാച്ചുറൽ ക്വാളിറ്റി നഷ്ടപ്പെടും. ഈ തിളപ്പിക്കുന്നതിലൂടെ ഒരിക്കലും ഈ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽസ് റിമൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. വെള്ളത്തിലുള്ള കെമിക്കൽ 100% റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും ഇതേപോലെ പ്യൂരിഫയറിൻ്റെ ആവശ്യം വേണ്ടി വരും. നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചും ബഡ്ജറ്റിനനുസരിച്ചും പ്യൂരിഫയർ ഡിസൈൻ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് തരാൻ ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ 5000 മുതൽ സ്റ്റാർട്ടായി 80,000 വരെ വരുന്ന എല്ലാ തരത്തിലുള്ള അത്യാധുനികമായിട്ട് പ്യൂരിഫയർ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ പ്യൂരിഫയറിൻ്റെ സഹായത്തോടെ മാത്രമേ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ കെമിക്കൽസ് 100% റിമൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ജസ്റ്റ് ഒരു ഫോൺ കോളിലൂടെ വാട്ടർ ബോൺ ഡിസീസിൽ നിങ്ങളെ സംരക്ഷിക്കാനും വെള്ളത്തിൻ്റെ സഹായത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാനും ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും.